അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ അൽഹിംന മറാഷിദ ഉമൂരിന വഅഗ്ദിന മിൻ ശുറൂരി അൻഫുസിന വമിൻ സയ്യാത്തി അഅ്മാലിന. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനികളെ, നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള, മറ്റുള്ള സ്വലാത്തുകളെ അപേക്ഷിച്ച് ഏറ്റവും പ്രിയങ്കരമായ, തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വലാത്തിനെ പറ്റിയാണ്. ഈ സ്വലാത്തിന് വളരെ ഏറെ പ്രയോജനങ്ങളും വളരെയേറെ ഗുണങ്ങളും വലിയ 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 രീതിയിൽ, വലിയ അധികരിച്ച രീതിയിൽ നന്മകൾ ലഭിക്കുന്നതുമായിട്ടുള്ളൊരു സ്വലാത്താണിത്. ഈ സ്വലാത്തിന് നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത, നമുക്കൊരിക്കലും വില മതിക്കാൻ പറ്റാത്ത, നമുക്ക് ഈ ലോകത്തിന് എന്തുകൊണ്ടും ഒരു രീതിയിലും വില മതിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു അനുഗ്രഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് തരുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഈ സ്വലാത്തിനെ നമ്മൾ അധികരിപ്പിച്ച് ചൊല്ലിയാൽ നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം, തങ്ങളുടെ തൃപ്തി പൊരുത്തമെല്ലാം നമുക്ക് ലഭിക്കുന്നതാണ് ഈ സ്വലാത്തിനെ നമ്മൾ അധികരിപ്പിച്ച് ചെല്ലുകയാണെങ്കിൽ. ഈ സ്വലാത്തിനെ ചെല്ലിയാൽ നമുക്ക് മുത്തുനബിയെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സഹോദരങ്ങളെ. ഈ സ്വലാത്ത് ഏതെന്നാൽ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിനി നബിയിൽ ഉമ്മി വ അലാ ആലിഹി വ സഹ്ബിഹി വ ബാരിക് വ സല്ലിം എന്ന് തുടങ്ങുന്ന ഈ സ്വലാത്താണ്. ഈ സ്വലാത്ത് അത്രേ ഉള്ളൂ. ഈ സ്വലാത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ, ഇതൊരു 10-20 പ്രാവശ്യം ചെല്ലുമ്പോൾ തന്നെ നമുക്കിത് മനഃപ്പാഠമാകുന്നതാണ്. ഇതിനെ നമ്മൾ നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്തി, തങ്ങളുടെ സ്നേഹം ലഭിക്കുന്നതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാണാൻ ഉള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുന്നതാണ് സഹോദരങ്ങളെ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം ഈ സ്വലാത്ത് അധികരിപ്പിച്ച് ചെല്ലുകയാണെങ്കിൽ, ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഓരോരുത്തരുടെ പിതാവിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ആ സ്വലാത്ത് ചൊല്ലിയ ആളുകളുടെ പേരും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരും എത്ര സ്വലാത്ത് ചൊല്ലി എന്നുള്ള കണക്കനുസരിച്ച് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കാണിക്കപ്പെടുന്നതാണ് സഹോദരങ്ങളെ. ഒരു സ്വലാത്തിന് ചൊല്ലിക്കഴിഞ്ഞാൽ 10 നന്മകൾ എഴുതപ്പെടും, 10 തിന്മകൾ മായ്ക്കപ്പെടും, 10 ദറജ ഉയർത്തപ്പെടും, 10 റഹ്മത്ത് ചൊരിയപ്പെടും. അള്ളാഹുവിൻ്റെ ഇതുപോലുള്ള വലിയ വലിയ ഗുണങ്ങൾക്ക് കാരണമായി തീരുന്നതാണ് സഹോദരങ്ങളെ. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേർക്ക് എത്രത്തോളം സ്വലാത്ത് ചൊല്ലിയോ അത്രത്തോളം സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. സ്വലാത്തിൻ്റെ കാര്യത്തിൽ മാത്രം സ്വലാത്ത് വീതിക്കപ്പെട്ടു പോകുന്നതല്ല. നാളെ മഹ്ശറയിൽ അല്ലെ ഖബറിൽ മഹ്ശറയിൽ നിർത്തുമ്പം നമ്മുടെ അമലുകൾ, നമ്മൾ ആരെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീതിക്കപ്പെട്ടു പോകും. പക്ഷേ സ്വലാത്ത് വീതിക്കപ്പെട്ടു പോകുന്നതല്ല. സ്വലാത്ത് നമ്മുടെ കൂടെ തന്നെ കാണും എപ്പോഴും. അതുപോലെ തന്നെ സ്വലാത്തിന് വലിയ മഹത്വമാണ്. പണ്ട് കാലങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്വലാത്ത് ഒരാളെ നമ്മൾ പല ഇതിലും ലോകമാന്യത പിടിപെടും അല്ലേ, ഒരാളെ കേൾപ്പിക്കാൻ വേണ്ടി. പക്ഷേ സ്വലാത്ത് നമ്മൾ എത്ര ചൊല്ലിയാലും ആ ലോകമാന്യതയുടെ അവസ്ഥ പോലും സ്വലാത്തിൽ പിടികൂടുന്നതല്ല. അതുകൊണ്ട് സ്വലാത്തിനെ എത്ര അധികരിപ്പിച്ച് ചെല്ലുന്നു അത്രത്തോളം വലിയ പ്രയോജനമാണ് ഈ സ്വലാത്ത്. എല്ലാ സ്വലാത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഈ സ്വലാത്ത് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വലാത്താണ്. അപ്പോൾ ഈ സ്വലാത്തിനെ നിങ്ങൾ അധികരിപ്പിക്കുകയാണെങ്കിൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമുക്ക് സ്വപ്നത്തിലൂടെ നമുക്ക് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സഹോദരങ്ങളെ. അപ്പോൾ ഈ സ്വലാത്തിനെ നിങ്ങളെല്ലാവരും മുറുകെ പിടിക്കുക, ഇത് നിങ്ങൾ അനുഷ്ഠിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും സ്വലാത്ത് ചൊല്ലാൻ ഉള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.